തൃശൂരിലെ ഒരു പഴയ മ്യൂസിക് അക്കാഡമിയിൽ വീണയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിൽ പഠിച്ചിരുന്നവളായിരുന്നു അനഘ. ശാന്ത സ്വഭാവം, പക്ഷേ സംഗീതത്തിൽ അത്ഭുതകരമായ കഴിവ്. ഒരു ദിവസം പുതിയൊരു വയലിനിസ്റ്റ് ക്ലാസ്സിലെത്തി. ആദിൽ, വിദേശത്ത് പഠിച്ച് തിരിച്ചെത്തിയവൻ, സംഗീതത്തെ ഒരു ശാസ്ത്രം പോലെ കണ്ടവൻ. ആദിൽ ആദ്യമായി അനഘയുടെ പിയാനോ കേട്ടപ്പോൾ പറഞ്ഞു, "നീ വായിക്കുന്നത് തെറ്റില്ല, പക്ഷേ അതിൽ ആത്മാവ് കുറവാണ്." അനഘയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. "സംഗീതം കണക്കല്ല, അത് അനുഭവമാണ്," അവൾ മറുപടി നൽകി. അതൊരു ചെറിയ തർക്കമായി തുടങ്ങി. പക്ഷെ ആ തർക്കം തന്നെ അവരുടെ ബന്ധത്തിന്റെ തുടക്കമായി. ദിവസങ്ങൾ കടന്നപ്പോൾ അവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദിൽ അവളുടെ സാങ്കേതികത മെച്ചപ്പെടുത്തി. അനഘ അവന്റെ സംഗീതത്തിൽ ജീവൻ ചേർത്തു. "നിന്റെ കൈകൾ കൃത്യമാണ്," അനഘ പറഞ്ഞു. "നിന്റെ ഹൃദയം സത്യമാണ്," ആദിൽ മറുപടി നൽകി. കാലം കടന്നപ്പോൾ സംഗീതം അവരുടെ ഇടയിൽ പ്രണയമായി മാറി. ഒരു ദിവസം ഒരു വലിയ ദേശീയ മ്യൂസിക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ഇരുവരും ഒരുമിച്ചു പങ്കെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ മത്സരത്തിനു മുൻപ് ആദിലിന് വിദേശത്തൊരു വലിയ കോൺസേർട്ട് ഓഫർ ലഭിച്ചു, അതും അതേ ദിവസങ്ങളിൽ. "ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ്," ആദിൽ പറഞ്ഞു. അനഘ നിശബ്ദയായി. "പോകണം, പക്ഷെ നീ തിരഞ്ഞെടുക്കണം. സ്വപ്നമോ നമ്മളോ?" അവൾ പറഞ്ഞു. ആദിൽ ഏറെ സമയം മിണ്ടാതെ നിന്നു. പിന്നീട് പറഞ്ഞു, "എനിക്ക് രണ്ടും ഒരുമിച്ചു വേണം, പക്ഷെ ചിലപ്പോൾ അത് സാധ്യമല്ല." അവൻ പോയി. അനഘ ഒറ്റയ്ക്കു മത്സരത്തിൽ പങ്കെടുത്തു. അവളുടെ പിയാനോയിൽ ആ ദിവസം മുഴങ്ങിയ സംഗീതം അത്രയും വികാരഭരിതമായിരുന്നു. അത് എല്ലാവരുടെയും ഹൃദയം തൊട്ടു. അവൾ വിജയിച്ചു. മാസങ്ങൾ കഴിഞ്ഞ് ഒരു പുതിയ മ്യൂസിക് ഫെസ്റ്റിവലിൽ അവൾ സ്റ്റേജിലെത്തി. അവളുടെ പ്രകടനം കഴിഞ്ഞപ്പോൾ ലൈറ്റുകൾ മങ്ങി. പിന്നിൽ നിന്ന് ഒരു വയലിൻ ശബ്ദം തുടങ്ങി. അത് ആദിൽ. അവൻ സ്റ്റേജിൽ വന്നു പറഞ്ഞു, "ഞാൻ മനസ്സിലാക്കി. സംഗീതത്തിൽ നിന്ന് മാറി നിന്നാലും നീ എന്റെ ഏറ്റവും വലിയ രാഗമാണ്." അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞു, "ഇപ്പോൾ നമ്മുടെ സംഗീതം ഒരുമിച്ച് തുടങ്ങാം." അവർ ഒരുമിച്ച് പാടിത്തുടങ്ങി. ആ രാത്രി പിയാനോയും വയലിനും ഒരേ താളത്തിലൊഴുകി, രണ്ട് ഹൃദയങ്ങൾ പോലെ. സംഗീതം പോലെ തന്നെയാണ് പ്രണയവും. ശരിയായ താളം കിട്ടിയാൽ അതൊരിക്കലും പിരിയില്ല. കാസർഗോഡിന്റെ കടൽ തീരത്ത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മണൽപ്പുറത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു രേവതി. തിരമാലകൾ വരുകയും പോകുകയും ചെയ്തു. അവളുടെ മനസ്സും അതുപോലെ. രേവതി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അവൾക്ക് സന്തോഷം നൽകി. പക്ഷെ അവളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിലേക്ക് പുതിയൊരു സ്പോർട്സ് കോച്ചെത്തി. വിവേക്. ഉത്സാഹവും ചിരിയും നിറഞ്ഞ ഒരാൾ. കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും അവൻ ഇഷ്ടമായി. ആദ്യമായി അവർ കണ്ടത് സ്കൂളിന്റെ കളിസ്ഥലത്ത്. കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വിവേകിനെ നോക്കി നിന്ന രേവതിയോട് അവൻ ചോദിച്ചു, "നിങ്ങളും കളിക്കുമോ?" "ഞാൻ കാണാൻ മാത്രം," അവൾ ചിരിച്ചു. അതൊരു ചെറിയ തമാശയായി തുടങ്ങി. പക്ഷെ പിന്നീട് അവർ തമ്മിൽ കൂടുതൽ അടുത്തു. സ്കൂൾ കഴിഞ്ഞ് അവർ കടൽ തീരത്ത് നടക്കാൻ തുടങ്ങി. വിവേകിന്റെ ചിരി രേവതിയുടെ നിശബ്ദതയെ തകർത്തു. അവൾ വീണ്ടും സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. "നീ എന്തുകൊണ്ട് എപ്പോഴും ഇത്ര ശാന്തയാണ്?" വിവേക് ചോദിച്ചു. "ജീവിതം എന്നെ അങ്ങനെയാക്കി," രേവതി മറുപടി നൽകി. "ഞാനത് മാറ്റാം," അവൻ പറഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ഒരു ദിവസം വിവേക് ഒരു സത്യവിവരം പറഞ്ഞു. "എനിക്കിവിടെ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല. ഞാനൊരു നാഷണൽ ടീമിൽ ജോയിൻ ചെയ്യണം." രേവതിയുടെ ഹൃദയം നിശ്ശബ്ദമായി തകർന്നു. "അപ്പോൾ നമ്മൾ?" അവൾ ചോദിച്ചു. "നമ്മൾ ശക്തരായാൽ എന്തും സാധിക്കും," വിവേക് പറഞ്ഞു. അവൻ പോയി. ദിവസങ്ങൾ മാസങ്ങളായി മാറി. രേവതി വീണ്ടും തന്റെ പഴയ നിശബ്ദതയിലേക്ക് തിരിച്ചുപോയി. ഒരു ദിവസം സ്കൂളിൽ ഒരു വലിയ സ്പോർട്സ് ഇവന്റ് നടന്നു. അതിഥിയായി ഒരു പ്രശസ്ത കോച്ചെത്തി. അത് വിവേക് തന്നെ. അവൻ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചു. പിന്നെ രേവതിയുടെ അടുത്തേക്ക് നടന്നു. "ഞാൻ എന്റെ സ്വപ്നം നേടിയിട്ടുണ്ട്, പക്ഷെ എന്റെ സന്തോഷം അതിവിടെ തന്നെയാണ്." രേവതിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. "ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല," വിവേക് പറഞ്ഞു. കടൽ തീരത്ത് വീണ്ടും അവർ ഒരുമിച്ച് നടന്നു. തിരമാലകൾ വീണ്ടും വരുകയും പോകുകയും ചെയ്തു. പക്ഷെ അവരുടെ പ്രണയം ഈ തവണ നിലനിന്നു. ജീവിതം നമ്മെ വേർതിരിക്കാം,
പക്ഷെ സത്യമായ പ്രണയം വീണ്ടും ഒന്നാക്കും.